ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ ഒരു കുക്കറിലോട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് കിടിലൻ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ദാണ്ടെ ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് ദാണ്ടെ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിനാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. തീരെ അങ്ങ് കനം കുറച്ചിട്ടില്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ. പച്ചപ്പട്ടാണി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ദാണ്ട് ഞാനിത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടേ ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞെടുത്ത നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ബീട്രൂട്ട് കഴിക്കാത്തവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കണം. അറിയാതെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഗ്രീൻ പീസിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പണി കഴിയും. സിമ്പിൾ പരിപാടിയുമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം വേണം എന്ന് കരുതി ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വളരെ കുറച്ച് മാത്രം, ഒരു 1/4 കപ്പൊക്കെ ആവാം കേട്ടോ. അപ്പം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തന്നെ വേണമെന്നില്ല, കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണമെങ്കിൽ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ കേൾക്കാം. അത് കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാവൂ കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഈ 4 വിസില് ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ട് മാത്രമാണെങ്കിൽ ഒരൊറ്റ വിസിലിൽ വെന്ത് കിട്ടും. നമ്മുടെ ഗ്രീൻ പീസ് കണ്ടോ, ഇതുപോലെയാണ് വെന്ത് കിട്ടേണ്ടത്. വെന്തങ്ങ് കുഴഞ്ഞു പോവരുത്, ഇതുപോലെ കിട്ടണം കണ്ടോ. ഇങ്ങനെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം അതിനകത്ത് കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഉഴുന്ന് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നിന്റെ ആ ഒരു കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ട് എത്തണം കേട്ടോ. അപ്പൊ അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാളന്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് മിക്സ് ആക്കിയാൽ മതി, ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയേ. അപ്പോൾ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് കുക്കറിൽ വെച്ചേക്കുന്ന ഐറ്റം ഇല്ലേ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ഇവിടെ കിടന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ദാണ്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇതിലേക്ക് ഞാൻ ഒരു സാധനം ചേർക്കാൻ മറന്നുപോയി ട്ടോ. അപ്പോൾ ഞാൻ കുറച്ച്, അതായത് പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എരിവിന്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ ചേർത്തോളൂ ട്ടോ. ഇപ്പം ചേർത്താലും മതി. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ എണ്ണയൊക്കെ താളിച്ച് കടുക് പൊട്ടിക്കുന്ന സമയത്തും ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഫൈനലി കുറച്ച് തേങ്ങയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിനനുസരിച്ച്
തേങ്ങ ചേർക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു തോരനാണ് കേട്ടോ. ഈ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാതെ മടി പിടിച്ചിരിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ, ഇതുപോലെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും അറിയാതെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമുക്ക് വലിയ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഈ ബീറ്റ്റൂട്ട് കഴിക്കാൻ ഒരു മടിയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തോരനൊക്കെ കഴിക്കാൻ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തോരനൊക്കെ അങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ദാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.